കേരള രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി വി.എസ്. അച്യുതാനന്ദന്റെ മുൻ അനുയായിയും അതേപോലെ IAS ഓഫീസറുമായിരുന്ന കെ സുരേഷ് കുമാർ രംഗത്ത്. 2011 നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി അത് ഓർത്തെടുത്താണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. വി.എസ്. സർക്കാരിന് 2011 തുടർ ഭരണം കിട്ടാതിരിക്കാൻ അന്ന് പിണറായി ശ്രമിച്ചുവെന്നും അതിനായി തന്നെയുള്ള നീക്കങ്ങൾ അണിയറയിൽ നടത്തിയെന്ന് അതായത് ചില കരുനീക്കങ്ങൾ നടത്തിയതായിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പാർട്ടി തോൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ 13 മണ്ഡലങ്ങളിൽ തോൽവി ഉറപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ ദുരുദ്ദേശപരമായി തന്നെ അവിടെ നിർത്തി എന്നതാണ് ഇതിലൂടെ തന്നെ പിണറായിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ VS തന്നെയാണ് തന്നോട് നടത്തിയതെന്നും സുരേഷ് കുമാർ പറയുന്നുണ്ട്. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ VS നിയോഗിച്ച ആ ദൗത്യ സംഘത്തിൽ അംഗമായിരുന്ന സുരേഷ് കുമാറിന്റെ VSനൊപ്പം എന്റെ ദിനങ്ങൾ എന്ന ആ ഒരു പുസ്തകത്തിലാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ CPIയുടെ നേതൃത്വത്തിൽ വൻ പണപ്പിരിവ് നടത്തുന്നുവെന്ന വാർത്തകൾ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് VS മൂന്നാർ തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയത്. കയ്യേറ്റം നിരീക്ഷിക്കാൻ മന്ത്രിസഭയിലെ വിനോയ് വിശ്വം, KP രാജേന്ദ്രൻ എന്നിവരെ ചുമതലപ്പെടുത്തിയെങ്കിൽ പോലും അവർ കൃത്യമായി തന്നെ പ്രവർത്തിച്ചില്ല. മൂന്നാർ ടൂറിസ്റ്റ് ഹോം എന്ന ഹോട്ടലിന് മുൻപിലെ സ്ലാബ് പൊളിക്കാൻ മണ്ണു മാന്തിയപ്പോൾ അത് CPI ഓഫീസാണെന്ന് പറഞ്ഞിരുന്നില്ല. ദൗത്യത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPMഉം CPIയും VSനെ വരിഞ്ഞു മുറുക്കി. താൻ ലോട്ടറി ഡയറക്ടർ ആയിരിക്കെ തന്നെ എറണാകുളത്ത് അടച്ചുപൂട്ടിച്ച 25 ഓൺലൈൻ ലോട്ടറി ടെർമിനലുകൾ ആകട്ടെ VSന്റെ മകൻ അരുൺകുമാറിന്റെ ഭാര്യ പിതാവിൻ്റെതായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇക്കാര്യം അറിഞ്ഞിട്ട് പോലും ഓൺലൈൻ ലോട്ടറിക്കെതിരെയുള്ള പോരാട്ടത്തിൽ VS എല്ലാ പിന്തുണയും നൽകി. ലോട്ടറിക്കാരുടെ കോടികളുടെ വിൽപ്പന നികുതി ആ ഒരു വെട്ടിപ്പിനെ കുറിച്ച് CBI അന്വേഷണം വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യത്തിൽ തന്റെ മന്ത്രിസഭയിലെ ധനമന്ത്രി തോമസ് ഐസക് ബോധപൂർവമായ വീഴ്ച വരുത്തിയെന്നും VS തന്നോട് പറഞ്ഞിരുന്നതായാണ് ഈ പുസ്തകത്തിലൂടെ തന്നെ സുരേഷ് കുമാർ വെളിപ്പെടുത്തുന്നത്. അതേസമയം ഇന്ന് ഈ പുസ്തകം കോൺഗ്രസ് നേതാവ് K. സുധാകരൻ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കോമളിന് നൽകി ഇന്ന് തിരുവനന്തപുരത്ത് പുസ്തകം പ്രകാശനം ചെയ്യും. അതേസമയം ദൗത്യം മുന്നോട്ട് പോകും തോറും തന്നെ VS അച്യുതാനന്ദൻ പാർട്ടിക്കുള്ളിലും മുന്നണികൾക്കുള്ളിൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നതും അതുപോലെ തന്നെ മൂന്നാർ ദൗത്യത്തിന്റെ വിജയത്തിന് പിന്നിലെ അദ്ദേഹത്തിനെതിരെ സമ്മർദ്ദം ശക്തമായി എന്നും പുസ്തകത്തിൽ വലിയ രീതിയിൽ വിവരിക്കുന്നതായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 2011 തിരഞ്ഞെടുപ്പിൽ LDF വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് അധികാരം നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ ചരിത്രത്തിലെ പഴയ വിവാദങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും എന്നതും ഉറപ്പു തന്നെയാണ്. അതേസമയം പുസ്തകത്തിലുള്ള പരാമർശങ്ങൾ എഴുത്തുകാരന്റെ വ്യക്തിപരമായ അവകാശവാദങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ CPI നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദനെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് ഈ ഒരു പുസ്തകം വീണ്ടും ആക്കം കൂട്ടുമെന്ന് തന്നെയാണ് ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.